നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിലക്കൂടിയ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടും അതുപോലെ വളരെയധികം സ്നേഹം പ്രകടിപ്പിച്ചിട്ടൊന്നും നമ്മുടെ സ്നേഹമൊന്നും അങ്ങോട്ട് എത്തുന്നില്ല, എപ്പോഴും പരാതികളായിട്ട് തോന്നുന്നുണ്ടോ? സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്നേഹം നമ്മുടെ പങ്കാളിയിലേക്ക് എത്താത്തത്? നമ്മൾ പല വിധത്തിൽ അത് പ്രകടിപ്പിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും അത് എത്താത്തത്? അതിനൊരു കാരണമുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് മൊഡാലിറ്റീസ് ഇൻ NLP. നമുക്ക് എല്ലാവർക്കും പല മൊഡാലിറ്റീസ് ഉണ്ട്. ചില മൊഡാലിറ്റീസിലായിരിക്കും നമ്മൾക്ക് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് മൊഡാലിറ്റീസ് ഉണ്ടാവും. അതായത് മെയിൻ ആയിട്ടുള്ള മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്, ഗസ്റ്റേറ്ററി ആൻഡ് ഓൾഫാക്ടറി. അതായത് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെ? അതായത് നമ്മൾ കണ്ടു പഠിക്കണം. ചിലപ്പോ നമ്മൾ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ആ ലൈൻ, ആ പേജ് അത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക. ചില ആളുകൾ പറഞ്ഞു കൊടുത്താലാണ് മനസ്സിലാവുള്ളൂ. ചില ആളുകൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാലാണ് അത് മനസ്സിലാവുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു ഫാക്ടർ കൂടുതലുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരാളായിരിക്കും. ചിലപ്പോൾ വിഷ്വൽ ആയിരിക്കാം, ഓഡിറ്ററി ആയിരിക്കാം, ഗസ്റ്റേറ്ററി ആയിരിക്കാം. അങ്ങനെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും നമ്മൾ. അപ്പൊ നമ്മൾ ആ മാധ്യമത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് അതായത് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുടെ ഏത് മൊഡാലിറ്റി ആണെന്ന് കണ്ടുപിടിച്ച് ആ മാധ്യമത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മുടെ പങ്കാളിക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കുറെ നല്ല എക്സ്പെൻസീവ് ഗിഫ്റ്റുകളോ ബൊക്കെ അങ്ങനെ അവർക്കത് കാണിക്കണം, അല്ലെങ്കിൽ അവർക്കത് കാണണം, സ്നേഹം കാണണം. എങ്കിൽ മാത്രമാണ് അത് സ്നേഹമാണെന്നുള്ളത് അവർക്ക് അനുഭവപ്പെടുള്ളൂ. ചിലർക്ക് ഇങ്ങനെ കേൾക്കണം, നീ സുഖാണോ, അങ്ങനെയുള്ള അന്വേഷണങ്ങൾ വേണം, നീ എനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ പറയണം. എങ്കിൽ മാത്രമാണ് അവർക്കത് മനസ്സിലാവുള്ളൂ. അതുപോലെ ചിലർക്ക് ഒന്ന് ടച്ച് ചെയ്യണം, ഒന്ന് ഹഗ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. സോ ഇതുപോലുള്ള ഓരോ നമ്മുടെ ഒരു പങ്കാളിക്ക് എപ്പോഴും ഓരോ മൊഡാലിറ്റീസ് എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഓരോ മൊഡാലിറ്റീസ് ഉണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൊഡാലിറ്റിയിലുള്ള 2 പേര് തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഒരാളുടെ സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധവും മറ്റൊരാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിധവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് നടക്കില്ല. ഇനി എത്ര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ മാധ്യമത്തിൽ പ്രകടിപ്പിച്ചാലും ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് മനസ്സിലാവില്ല. ഓക്കെ, അത് ആരുടെയും കുഴപ്പമില്ല, അത് ഇൻബോൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന മൊഡാലിറ്റീസ് അതാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ആയാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ പാർട്ട്ണർ അദ്ദേഹത്തിന്റെ ലവ് ലാംഗ്വേജ് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കുക, അതിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളെ പങ്കാളിയെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പം നമുക്ക് മനസ്സിലാവും. ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ എന്ന് നോക്കാം. അപ്പൊ മനസ്സിലാക്കുക അദ്ദേഹം എന്താണ്, വിഷ്വലാണ്. സോ അദ്ദേഹത്തിന് വിഷ്വലി സ്നേഹം ആ രീതിയിൽ പ്രകടിപ്പിക്കുക, കാണുന്ന രീതിയിൽ പ്രകടിപ്പിക്കുക. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് മനസ്സിലാവുള്ളൂ. ഇനി ചിലപ്പോൾ ഞാൻ ഓഡിറ്ററിയാണ്, എന്നോട് പറയണം, നീ എന്നോട് ഇടയ്ക്ക് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണം, എങ്കിലേ എനിക്ക് എന്റെ സ്നേഹം എന്ന് മനസ്സിലാവും. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ മൊഡാലിറ്റി മനസ്സിലാക്കുക, അവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കി ആ മാധ്യമത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ പങ്കാളിയെ മനസ്സിലാക്കുക, ആ രീതിയിൽ ഒന്ന് സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കൂ. ക്രമേണ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും.